4 ലോ കാണിക്കുന്നുണ്ടല്ലോ. അത് ഓഫ് ചെയ്ത് ഒന്നൊരു DAC ഓഫ് ചെയ്യും. ഓക്കെ, ഒന്ന് ഡ്രൈവിലോട്ട് ഇടുക, ഒന്ന് ഡ്രൈവിലിടും, ഇനി ന്യൂട്രലിടും, ഒന്നെന്ന് പറഞ്ഞിട്ട് അത് ഇനി L4-ലിടും, ഇനി DAC ഇടും. ഇനി എടുത്തു ശരിക്കും ശരിക്കായത് ആ അലാറം വരാൻ പാടില്ല. ഇനി ആക്സിലേറ്റർ കൊടുക്കാം, ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അസിസ്റ്റ് ഉണ്ട് വണ്ടി. അസിസ്റ്റ് കിട്ടുന്നതാണ്, ബ്രേക്ക് ചെയ്യണ്ട. സിംഗിൾ പെഡൽ ഓടിക്കല്ലേ. ആക്സിലേറ്റർ കൊടുക്കേണ്ടത് മാത്രം കൊടുത്താൽ മതി. ഇങ്ങനെ നല്ല ഇറക്കും വരും ആക്സിലേറ്റർ കൊടുത്ത്. വീശി എടുക്കണമായിരുന്നു. ഇവിടെ കയറുമോ അവര്? കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോയി പോയിട്ട് അവർ കയറി പോണെന്ന് പറഞ്ഞായിരുന്നു. അമ്മമാർ ഇനി അങ്ങനെ കയറി പോകുന്നത് പിന്നെ നമ്മൾ കുറച്ച് റിവേഴ്സ് പോയല്ലേ, അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ഓടിക്കുന്നു. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും 4x4 ആണോ? ഒന്ന് ഇതിന്റെ ബാഡ്ജിങ് ഉണ്ട് ബാക്കിൽ സിഗ്മ എന്നുള്ള, പിന്നെ ഈ അലോയ്സ്, മെയിൻലി അലോയ്സ് ആണ് ഇത് ചെയ്യുന്നത്. സിഗ്മ 4. അതെ, സിഗ്മ 4 വരുന്ന 4x4. ഓ ശരി ശരി. അപ്പം ഇത് ഈ ഒരു ടെറൈനിന് 4x4 ആവശ്യമുണ്ടോ ശരിക്കും? ഇല്ല, ഇത് ന്യൂട്രാക്കിയിട്ട് ഡിഫറൻഷ്യൽ മാറ്റി DAC ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഗിയറിൽ ഹോൾഡ് ചെയ്യല്ലേ. അതെ, ആ ഒരു റബ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അത്യാവശ്യം എക്സ്ട്രീം വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ 4ന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ 2 വീൽ ഡ്രൈവ് വണ്ടി എവിടെ വേണമെങ്കിലും പോകുമല്ലോ. അതാ ഗ്രിപ്പ് ചെയ്യണമെന്നുള്ള ഒരു സാഹചര്യത്തില് ഒന്ന് പിടിച്ചു കയറണം എന്നൊരു ഇത് വരുമ്പോ അവര് പാഞ്ഞു പോയി അല്ലേ. ഡ്രൈവറായിട്ട് കയറിയല്ലേ. ഈ റൂട്ടാണ് നയിച്ചത്, കാരണം ഏറ്റവും കയറി പോണം. രണ്ടും ഇവിടെ ഒന്നും ഒരുത്തനുള്ളൂ, എല്ലാ വണ്ടി ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസും വരാല്ലേ. രണ്ടും ഓടിച്ചവൻ. ഭ്രാന്തനെ പോലെ പറത്തു ഓഫ് റോഡ് ട്രാക്ക് പോലെ പോയായിരുന്നു, ഡേർട്ട് റാലി പോലെ. ആ ഒരു സ്റ്റീപ്പ് അത്യാവശ്യം അത് നല്ലൊരു സ്റ്റീപ്പാണ്. ശരിക്കും അത് നമ്മൾ അവിടെ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ അത് DAC ഇട്ട് ഇറങ്ങിയ. ഓ, ഇവിടുത്തെ നല്ല രീതിയിൽ കയറണം. അതെ അതെ അതെ, ഇത് ആ ഒരു L4 ഇട്ട് കയറിയാൽ മതി. അവിടെ എത്തിയിട്ട് L4 ഇട്ടാ പോരെ. ഓടിയില്ലേ, അവിടെ ചെല്ലുമ്പോ L4 ഇടാം. താഴെ L4 ഇട്ട് കയറിയാൽ മതി. അങ്ങനെയും പറയാം. പറ്റത്തില്ല. ഒറ്റ ചോട്ടിന് കേട്ടോ, പയ്യെ കയറി റണ്ണിങ്ങിൽ L4 ഇടാൻ പറ്റില്ല. ഇല്ല ഇല്ല ഇല്ല, L4 ഇടാൻ പറ്റത്തില്ല, H4 വരും. ഇവിടെ L4 ഇട്ടോ, ന്യൂട്രാക്കിട്ട് പുഷ് ചെയ്ത് പിന്നെ 4 ലോ എന്ന് കാണിക്കുന്നല്ലേ. 4WD 4 വീൽ ഡ്രൈവ് 4 ഇല്ല.
അങ്ങോട്ടാണ്. ഇത് 2.8 ആണോ 3 ആണോ? 2.8 204 PS പവർ 100 Nm ടോപ്പ്. ലൈക്ക് പവർ മോഡ്സ് ഉണ്ടോ? ഉണ്ട്, നമുക്ക് ഇവിടെ എക്കോ, നോർമൽ, സ്പോർട്ട്. ഓക്കെ. പവർ ഇപ്പൊ എനിക്കൊന്ന് ഇക്കോയിലാണ്. നല്ലത്. ഫ്യൂൽ കൺസംഷൻ ഓക്കെ. ബാക്ക് AC വർക്ക് ചെയ്യുന്നുണ്ടോ? പൊടിയല്ല. ലെജൻഡറിന് ഇങ്ങനെ സിഗ്മ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല, ലെജൻഡറിനും ഉണ്ട് സിഗ്മ. ടോട്ടൽ എത്ര വേരിയൻസ് ആണ്? നമുക്ക് ഫോർച്യൂണറിൽ മെയിൻലി പറയാൻ 3 വേരിയൻസ് ആണ് ഉള്ളത്. 4 വേരിയൻസ് ഉള്ളത്. ഒന്ന് നോർമൽ ഫോർച്യൂണർ, പിന്നെ ലേഡർ എഡിഷൻ ഉണ്ട്, പിന്നെ ലെജൻഡർ ഉണ്ട്, GR സ്പോർട്ട് ഉണ്ട്. ഓക്കെ. GR സ്പോർട്ട് ആണോ തന്നെ ടോപ്പ്? GR സ്പോർട്ട് ടോപ്പ് വരുന്നത്. ഇതിപ്പം നോർമൽ 2-wheel ഡ്രൈവ് അല്ലേ? അല്ല, ഇപ്പൊ 2-wheel ഡ്രൈവ് നടക്കുന്നത്. അത് തന്നെ അത്യാവശ്യം കയറിക്കോളും. കേറും. ഡീപ്പോ സ്ഥലമുണ്ടോ? Feroz and MM Toyota. ഹലോ, സ്പോർട്സില് നല്ല പവർ കയറില്ല പെട്ടെന്ന്. കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നത് റോഡിലാണ്. ഇതിൻ്റെ അകത്ത് സ്പോർട്സ് ആയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. H4 ഇട്ടോ? ന്യൂട്രൽ H4 ഇടുന്നത് നമുക്ക് ന്യൂട്രൽ ആക്കണോ? ഇല്ല. L4 ഇടാൻ പാടില്ല. ഇപ്പം നോർമൽ മോഡിൽ തന്നെ കയറിപ്പോവും. ഓ, എക്കോയ്ക്ക് മാത്രം ഒരു ഇൻഡിക്കേഷൻ. ഞാൻ ഇവിടെ ഇങ്ങനെ എക്കോ ഒന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ വെച്ച് എപ്പോഴും എക്കോ മോഡ് ഓണാണ്. ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഫ്യൂൽ എഫിഷ്യൻസി പ്രതീക്ഷിക്കരുത്. ഇതിന് ശരിക്കും പറഞ്ഞ ഫ്യൂൽ എഫിഷ്യൻസി എല്ലാ വണ്ടി പറയുന്നത് നോക്കട്ടെ, ഇതിൽ അടിക്കുക പോവുക. ഫ്യൂൽ എഫിഷ്യൻസി നോക്കും. ഒരു 7.3 10 കിലോമീറ്റേഴ്സ് 10 വരെ നോക്കിയാൽ മതി. പിന്നെ അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്നതിൽ മാത്രം എബൌട്ട് കിട്ടുമല്ലേ? ഓഫ് റോഡിനൊക്കെ നമുക്ക് 10 ഒന്നും കിട്ടത്തില്ല. ലൈക്ക് ലോവർ ഗിയേഴ്സിലായിരിക്കും. അതെ അതെ, എപ്പോഴും ആ ഒരു ലോവർ ഗിയറിലായിരിക്കും. അത്രയും ഹൈ ടോർക്കിലല്ലേ. ലൈക്ക് ഔട്ട്റൈറ്റ് 500 Nm L4 കിട്ടുവാണ്. അതെ. H2-ന്റെ ആവശ്യമില്ല. ഇത് H4 ഇട്ടാലും കുഴപ്പമില്ല, 4 ഇട്ടാലും കുഴപ്പമില്ല. ഇതിങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കാം. ഇതിങ്ങനെ സ്വിച്ച് കളിക്കാം. നമുക്ക് ഈ L4 ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ നിർത്തി ന്യൂട്രാക്കിയിട്ട് L4 ഉണ്ട്. ലൈക്ക് റീസെന്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഫോർച്യൂണറിന്റെ
ഒക്കെ ഇങ്ങനെ പാടുപെട്ട ഒരു വിരൽ വെച്ച് തിരിയുന്നു. MG ഹെക്ടർ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ അത് വേറെ കാര്യം എന്ന് വെച്ചാലേ ഇതൊരു ലാഡർ ഫ്രെയിം വണ്ടിയാ. ആ ഇതിന് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അല്ലൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടണല്ലോ. നമ്മൾ ആ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന എക്സ്ട്രീം ഓഫ് റോഡ് ചെയ്യുന്നത് നമുക്കറിയണ്ടേ. അതെ ഡ്രൈവ് എന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ താർ റോക്സ് അത് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ്. നമുക്ക് ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഒറ്റ വിരലിൽ ഇങ്ങനെ കൊണ്ടു നടക്കാം. പക്ഷെ അതിലൊരു സുഖമാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ താർ റോക്സ് മറ്റേ താറില്ലേ 3 ഡോർ അത് പക്ഷെ ഇതുപോലെ കൈ തിരിച്ച് കുറെ സിംഗിൾ ഹാൻഡ് വെച്ച് തിരിക്കുമ്പോൾ നമുക്ക് റിസ്റ്റ് ഒക്കെ പെയിൻ എടുക്കും. കുറച്ച് മാൻലി ആണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു മാൻലി ഫീൽ ആണല്ലോ. അതെ അതെ. ഇതിങ്ങനെ ട്രാക്ക് ഉണ്ടായിരുന്നോ? ഇതിങ്ങനെ ട്രാക്ക് ഉണ്ടായിരുന്നു. ഇതല്ലാതൊരു പുള്ളിക്കാരന്റെ എസ്റ്റേറ്റ് ആണ്. വളവ് വരുമ്പോ ഹോൺ അടിക്കുന്ന ശീലമായി പോയി. ഈ ഒരു ഫൺ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തോരം മണി സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. ടു ഓൺ വൺ 4x4 എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 55 lakhs. എക്സ്ഷോറൂം അല്ല ഓൺ റോഡ്. ഓക്കെ. ഹൈലക്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 50 lakhsന് 4x4 ഓട്ടോമാറ്റിക് കിട്ടും. ഹൈലക്സ് കുറച്ചുകൂടെ ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ്. ലൈഫ് സ്റ്റൈൽ പിക്കപ്പ്. അന്നേരം നമുക്ക് കൈൻഡ് ഓഫ് എല്ലാ പർപ്പസ് യൂസ് നടക്കത്തില്ല. നമുക്ക് അതിനെ കുറിച്ച് അറിയാന്നുള്ളവരാണ് കൂടുതലും അത് പ്രിഫർ ചെയ്യുന്നത്. ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. അല്ലാത്തവര് ഈ പറഞ്ഞ പോലെ 50 ലക്ഷം രൂപയുടെ പിക്കപ്പ് പോയി എടുത്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്തിനാ മോനെ മറ്റേ മഹേന്ദ്രയുടെ വണ്ടി എടുത്തത്? ഇവിടെ നമുക്ക് കേട്ടോ നോർമലി കയറത്തില്ലല്ലോ. കേറും, ബട്ട് എന്നാലും നമുക്ക് സേഫ് അതാണ്. അതെ. ന്യൂട്രാക്ക് ആ ഒരു എരപ്പ് മാറിയില്ലേ? കുറച്ചുകൂടെ ടോർക്കിയാവും വണ്ടിയൊക്കെ. ആ ഒരു ലോവർ ഗിയറിൽ തന്നെ കയറുമ്പോഴത്തേക്ക് കൊടുത്തില്ലെങ്കിലും കയറും. അല്ല അങ്ങനല്ല, സമാധാനത്തോടെ നമുക്ക് കയറി പോവാം. ഓക്കെ. പിന്നെ